ഹായ് ഹലോ എല്ലാവർക്കും വിനോദ വിഷൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് വൈക്കോലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഞാനൊരു 5 കിലോൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട്. കവറ് ഇതുപോലെ ഒന്ന് അടിഭാഗം ചുറ്റി അതിൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടിമറിച്ചെടുക്കണം. അപ്പോൾ പറയാൻ വിട്ടു എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മളൊരു കൂൺ കൃഷിയാണ് ചെയ്യാൻ പോകുന്നത്. കൂൺ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിപ്പിക്കൂണാണ് ചെയ്യാൻ പോകുന്നത്. ഈ കൂൺ കൃഷിയുടെ ആദ്യപടിയായ വൈക്കോലൊക്കെ നമ്മൾ പുഴുങ്ങി ഡെറ്റോൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വിത്ത് നമ്മൾ ഇവിടെ മുണ്ടൂർ IRTC എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ വിത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊരു കട്ടായിട്ടാണ് വരിക. നമ്മൾ ഫ്രീസറിൽ വയ്ക്കുന്ന വിത്താണ്. ഇതിൻ്റെ വിത്ത് എപ്പോഴും ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ആ വിത്തൊക്കെ നമ്മളൊന്ന് വേറെ എടുത്ത് ക്ലിയറാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഈ കൂൺ കൃഷിയിൽ വലിയ പരിചയമൊന്നുമില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം അടിമറിച്ച് വെച്ച കവറ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു 2 ഇഞ്ച് കനത്തിൽ നമ്മൾ വൈക്കോൽ ഫില്ല് ചെയ്യണം. വൈക്കോൽ ഇതുപോലെ ഒന്ന് നന്നായി ടൈറ്റ് ചെയ്ത് ഫില്ല് ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നല്ല വൃത്തിയായി കൈയും കാലൊക്കെ കഴുകിയതിന് ശേഷമാണ് ഇത് ചെയ്യാനേ തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഡിൻ്റെ ഒരു 2 ഇഞ്ച് കനം ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ശേഷം ഇതുപോലെ വിത്ത് 4 ഭാഗത്ത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഇടണമെന്നില്ല. സെൻറ്ററിലിട്ട് ആ വിത്ത് വേസ്റ്റ് ആവുമെന്നല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊരു 4 അടുക്ക് ഒരു ബെഡിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അടുക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. നിറച്ച് 2 ഇഞ്ച് കനത്തിൽ തന്നെ ഇതും ചെയ്യണം. 2 ഇഞ്ച് കനായതിന് ശേഷം വീണ്ടും അതിൽ വിത്ത് വാരി ഇത് നേരത്തെ ചെയ്ത അതുപോലെ തന്നെ സൈഡിൽ കൂടെ മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളതിൻ്റെ 4 തട്ടും നിറച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിൽ പറയാൻ വിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലും നമുക്ക് വിത്ത് ഇട്ട് കൊടുക്കുക. അത് മുളച്ച് വരും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് നല്ല എയർ ടൈറ്റായിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു ഹീളിങ്കോലോ അല്ലെങ്കിൽ ഒരു കമ്പിയുടെ കഷ്ണമോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒരു 10-100 ഹോള് ഈ ഒരു ബെഡിൻ്റെ എല്ലാ ഭാഗത്തു കൂടി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ഒരു ബെഡിൽ എന്തെന്നെ ചെയ്യുകയാണെങ്കിലും കയ്യും നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ടൂൾ ഉണ്ടെങ്കിൽ അതും നന്നായി കഴുകി ഡെറ്റോൾ ഇട്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് വൈറസ് കയറി സംഭവം നമ്മുടെ ബെഡ് നാശമായി പോവും. നമ്മുടെ ഈ ഒരു ബെഡിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരു പാക്കറ്റ് വിത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് 2 ബെഡാണ്. ഞാനിന്ന് ഒരു 4 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഉണ്ടാക്കാം എന്നുണ്ട്. ഈ ഒരു ബെഡ് സെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ 4 ബെഡും ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമ്മൾ ഒരു ഇരട്ട റൂമിൽ കൊണ്ടുപോയി ഇതുപോലെ ഒന്ന് തൂക്കിയിടുക. തൂക്കിയിട്ടതിന് ശേഷം ഒരാഴ്ച നമ്മളൊന്നും ചെയ്യണ്ട. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു സ്പ്രെയർ എടുത്തിട്ട് വെള്ളം ബെഡിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് നനച്ച് കൊടുക്കുക. അങ്ങനെ തന്നെ ഒരു 15-20 ദിവസം ചെയ്യുക. അതിന് ശേഷം നമ്മുടെ കൂണ് ഇതുപോലെ മുളച്ച് വന്നിട്ടുണ്ട്. നമ്മളുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.